വേൾഡിൽ 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നെയിമാണ് ഈ നാനോ ബനാന. എന്താണ് ഈ നാനോ ബനാന? ഗൂഗിളിൻ്റെ ഒരു പുതിയ ഇമേജ് മോഡൽ നെയിമാണ് ഈ നാനോ ബനാന. അതിന് ഒഫീഷ്യൽ നെയിം അവർ കൊടുത്തിരിക്കുന്നത് ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് എന്നാണ്. ഈ ഒരു മോഡൽ റിലീസായതിനു ശേഷം ഇമേജ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇമേജ് ജനറേഷൻ അത് വളരെ വലിയ ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വളരെ പിൻ പോയിൻ്റ് ആയിട്ട് ടെസ്റ്റ് പ്രോംപ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തിട്ട് അവിടെ വേറെ പ്രോപ്പർട്ടി ആഡ് ചെയ്യുക, ലുക്ക് മാറ്റുക, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, മൾട്ടിപ്പിൾ ഷോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ മോഡൽ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. എൻ്റെ പേര് മാത്യു ജോഹന. ഞാനൊരു 5 ഇയേഴ്സായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ കുറച്ച് യൂസ് കേസുകളാണ്. ഈ നാനോ ബനാന യൂസ് ചെയ്തിട്ട് നമുക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ് കേസുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ നാനോ ബനാന നമുക്ക് എങ്ങനെ ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം? കാരണം ഇപ്പം അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ മൾട്ടിപ്പിൾ വേസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ AI സ്റ്റുഡിയോ, ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രൈ നാനോ ബനാന എന്ന് പറഞ്ഞ് ഇവിടെ വാട്സ് ന്യൂവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് റൺ കൊടുത്താൽ ഇമേജ് ജനറേറ്റ് ആയി വരും. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് നിങ്ങളുടെ ജെമിനിയിൽ പോയാൽ ഇവിടെ ഓൾറെഡി ഈ ടോപ്പിൽ ട്രൈ ഇമേജ് എഡിറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്ന് കൊടുത്താൽ ഇവിടെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 ഓപ്ഷൻ അല്ലാതെ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഐറ്ററേഷൻസ് ചെയ്യണമെങ്കിൽ ഒരു വെബ്സൈറ്റ് ഞാൻ ഇതിൻ്റെ ടുവേർഡ്സ് ദ എൻഡ് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള നമ്മളൊരു യൂസ് കേസുകൾ നോക്കാം. ഫസ്റ്റ് ഒരു എഡിറ്റിംഗ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഓൾഡ് ഫോട്ടോസ് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും, എന്ന് പറഞ്ഞാൽ കളറൈസ് ചെയ്യാൻ പറ്റും. ഈ 2 ഫോട്ടോസിലും ഞാൻ ജസ്റ്റ് കളറൈസ് ദിസ് ഫോട്ടോ എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തേക്കുന്നേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽ പ്രോംപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന ഇമേജ് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അടുത്തത് ക്യാമറ ഷോട്ട്സ് ആണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഗൂഗിളും ഗൂഗിൾ VO3 ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ്. ഒരു മോഡലിനെ വെച്ച് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും, 8 സെക്കൻഡ് വീഡിയോ ഉള്ളൂ, അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് മോഡൽ മാറിപ്പോകുന്നു. അപ്പോൾ ആ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇമേജ് ടു വീഡിയോ വന്നതിന് ശേഷം നമുക്ക് കുറച്ചൊക്കെ അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും പല ആംഗിൾസിൽ ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേറെ ടൂൾസുകൾ, നമ്മൾ AI ടൂൾസുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ പ്രോംപ്റ്റിൽ ഇപ്പം ഫസ്റ്റ് ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞ എനിക്കൊരു ഡ്രോൺ ഷോട്ട് വേണം, ഫ്രണ്ട് വ്യൂ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈവൻ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു എനിക്കൊരു ബാക്ക് വ്യൂ ഡ്രോൺ ഷോട്ട് വേണം. ഓക്കെ, ആ നിൽക്കുന്ന മോഡലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു ഡ്രോൺ ഷോട്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഒരു ക്ലോസ് ഷോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ മോഡലിൻ്റെ ആണെങ്കിലും വിയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ മാക്സിമം 99% അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്ന എനിക്ക് ഒരു സൈഡ് ആംഗിൾ ഷോട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വെച്ചാൽ അതനുസരിച്ചിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെ സിമിലർ ആയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആയേക്കുന്നത്. അടുത്ത നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റാം. ഇപ്പോൾ സെയിം മോഡലിൽ ഒരു AI മോഡലിനെ ക്രിയേറ്റ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി. അത് പല സ്ഥലത്ത് പല ഡ്രസ്സിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, പല ലൊക്കേഷനിൽ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചിങ് എന്നുള്ളത് വളരെ എഫക്റ്റീവായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച ഇമേജ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു മാൽദീവ്സിൽ ഏതെങ്കിലും ഒരു ബീച്ചിലെ വ്യൂ വേണം. പക്ഷെ അതിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കുറച്ച് ഓടായിട്ട് ഫീൽ ചെയ്യും. പിന്നെ സെക്കൻഡ് ഇമേജ് ഞാൻ പറഞ്ഞു അത് ബീച്ചിൽ നിൽക്കുന്ന പോലത്തെ രീതിയിൽ എനിക്ക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ പ്രോംപ്റ്റ് പിക്ക് ചെയ്തു. പക്ഷെ എന്നാലും ഫോട്ടോയും ആ മോഡലും നോക്കിക്കഴിഞ്ഞാൽ ആ റേഷ്യോ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ പ്രോംപ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇമേജിന് റേഷ്യോ ആയിട്ട് ആ നിൽക്കുന്ന മോഡൽ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം
ഒരു റിയൽ ഫോട്ടോ ഫീലിലുള്ള ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്ത നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോഡലിൻ്റെ ഡിഫറെൻറ്റ് ഇമോഷൻസ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു AI ജനറേറ്റഡ് ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇന്ന അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് വന്നേക്കുന്നതാണ് ആ ഒരു സെയിം ഫേസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ സിനിമാറ്റിക് ടൈപ്പ് എന്തെങ്കിലും ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലിൻ്റെ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്ത് ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇമേജ് ടു വീഡിയോ ടൂൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്കിപ്പം പ്രൊഫഷണലായിട്ട് ഒരു ഹെഡ് ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ നിങ്ങളിപ്പം കാണുന്ന എൻ്റെ ഒരു പഴയൊരു ഫോട്ടോയാണ്. അപ്പം അതിൽ ആ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്തേക്കുന്നുള്ളൂ. എനിക്ക് ലിങ്ക്ഡിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റുഡിയോ ലൈറ്റിംഗ് ഉള്ളൊരു ഫോട്ടോ വേണം എന്നുള്ള ആദ്യം വന്നിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കിടക്കുന്നത് ഒരു ഹെഡ് ഷോട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ബ്ലർ ബാക്ക്ഗ്രൗണ്ട് തന്നു. അതിനുശേഷം ഞാൻ പ്രോംപ്റ്റ് പിന്നെ റീപ്രോംപ്റ്റ് ചെയ്തു. എനിക്കൊരു ഗ്രേഡിയൻറ്റ് ഗ്രേ ഷെയ്ഡിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇത് ജനറേറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ പിന്നെ ചെയ്തു എനിക്കൊരു റെഡിഷ് ടോണിൽ വേണം. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഹെഡ് ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പം ഒരു കൊമേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടീഷർട്ട് ബ്രാൻഡ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഇതായാലും അതിലുള്ള വേർഡിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജ് മോഡലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഇറ്റ്സ് ടൈം ഫോർ പ്ലാൻ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ഞാനത് ആ സെയിം മോക്കപ്പിൽ എഡിറ്റ് ചെയ്ത് എക്സിക്യൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് വേർഡ്. എന്നാൽ അത് ഓൾമോസ്റ്റ് ആ സെയിം ടെക്സ്റ്റും ആ കൊടുത്തിരിക്കുന്ന സ്റ്റൈലും പിക്ക് ചെയ്തിട്ട് അതവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എക്സിക്യൂട്ട് എന്നുള്ള വേർഡ് അവർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് ഈ ചെറിയ സ്മോൾ സ്കെയിലിൽ ഇപ്പം ഈ കൊമേഴ്സ് ടീഷർട്ട് ബ്രാൻഡൊക്കെ ചെയ്യുന്ന ടീമുകൾക്ക് മോക്കപ്പുകൾ വളരെ എളുപ്പത്തിൽ അവരുടെ പ്രീവിയസ് ഡിസൈനിനകത്തുനിന്ന് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. വളരെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അടുത്ത നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഷോട്ട് വിത്ത് മോഡൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും വിത്ത് റിയൽ പേഴ്സൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു പെർഫ്യൂമിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം അവിടെ എൻ്റെ ഫോട്ടോയും ഉണ്ട്. ഫസ്റ്റ് കാണുന്ന ഇമേജ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലായി. ഞാൻ ഒരു ട്രോപ്പിക്കൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ എൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിലൊരു പ്രോഡക്റ്റ് ഒരു ക്രിയേറ്റീവ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഇമേജാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇന്ത്യൻ ഫേസ് ഉള്ള ഒരാളുടെ ഇതേപോലത്തെ ഫോട്ടോഷൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ജനറേറ്റ് അയക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ഓണായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലത്തെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫാഷൻ ആൻഡ് ഇ കൊമേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു ടൂൾ മീൻസ് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനൊരു മോഡലിൻ്റെ ഫേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഷൂ കൊടുത്തിട്ടുണ്ട്, ബാഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ആക്സസറീസ് എല്ലാം ആഡ് ചെയ്തിട്ട് എനിക്ക് ഈ മോഡലിനെ ഈ ഡ്രസ്സ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ഇമേജ് വേണം എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് ജനറേറ്റ് ആയി വന്ന ഇമേജാണ്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇമേജ് ഈ ഡ്രസ്സിലൊരു ഹെയറിൻ്റെ ഇമേജ് ഉള്ളതുകൊണ്ട് അത് ബ്ലെൻഡ് ചെയ്ത് പിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫേസ് ഏകദേശം ഒരു സിമിലർ ആണ്. ഷൂ കൊടുത്തിരിക്കുന്നത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, ബാഗ് അതേപോലെ പിക്ക് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഇ കൊമേഴ്സ് ബ്രാൻഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതിൻ്റെ കോസ്റ്റ് അത്രയും പോലും വേണ്ടി വരില്ല. കാരണം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധമുള്ള ഇങ്ങനത്തെ ഇമേജസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ ഷെയർ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ മൾട്ടിപ്പിൾ ഇമേജസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഓരോരോ ഇമേജ് ഒരു 5 ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അത് വരുന്ന റിസൾട്ട് കുറച്ച് പ്രോപ്പർ ആവാതൊക്കെ വരാറുണ്ട് മൾട്ടിപ്പിൾ ഇമേജസ് കൊടുക്കുമ്പോഴത്തേക്ക്. ഇപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കിട്ടും. നിങ്ങൾ ക്യാൻവ പോലത്തെ ഒരു ടൂളോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ഒരു ഒറ്റ ഇമേജിനകത്തോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാം ആഡ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതേപോലെ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരും.
സെയിം തന്നെ മോഡലിന് ഞാൻ ഇവിടെ കൊടുത്തു. എനിക്ക് ഒരു ചെയറിലിരിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോഷൂട്ട് ഇമേജ് വേണമെന്ന് പറഞ്ഞു, അത് കിട്ടി. പിന്നെ ഞാൻ റിയൽ ലൈഫ് ഒരു എക്സ്പീരിയൻസ് പോലത്തെ ഞാൻ പറഞ്ഞു എനിക്കൊരു മോളിലെ ഫുഡ് കോർട്ടിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വേണം, ചെക്കിംഗ് ഫോൺ എന്നുള്ള രീതിയിൽ കൊടുത്തു. അപ്പോൾ അത് ജനറേറ്റ് ആയി വന്ന ഇമേജാണ്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഷൂവിനകത്തുള്ള ഒരു മാർക്കിംഗ് ഒക്കെ ഉള്ളത് പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇമേജ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഷൂവിൽ ആ മാർക്കിംഗ് പോയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇപ്പൊ എൻ്റെ ഒരു പഴയ ഫോട്ടോയും ഈവൻ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ഈ ഒരു നാനോ ബനാന യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന ഡ്രസ്സാണ്. ഇതും റൈറ്റ് സൈഡിലുള്ളത് ഞാനൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു AI മോഡലുമാണ്. അപ്പം ഞാനിത് രണ്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈവൻ ആസ് ആൻ ഓണർ നിങ്ങൾക്കും അവിടെ ഒരു സീനിനകത്ത് നിങ്ങളും ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു AI മോഡലിനെയും അവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇമേജ് ടു വീഡിയോ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അത് കൺവേർട്ട് ചെയ്ത് വീഡിയോ ആക്കാൻ പറ്റും. ഫോർ യുവർ ആഡ്, അല്ലെങ്കിൽ ബ്രാൻഡിന് വേണ്ടിയോ ബ്രാൻഡിൻ്റെ അവയർനെസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടിയുള്ള ആഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ എങ്ങനെ എന്ത് വേണമെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് അത് അവിടെ ഉണ്ട്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം തന്നെ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന രണ്ട് മോഡൽസ് AI ജനറേറ്റഡ് രണ്ട് മോഡൽസ് ആണ്. അത് സോറി ഇവിടെ ഓൾറെഡി രണ്ട് മോഡൽസ് ആണ്. അത് രണ്ടും AI ജനറേറ്റഡ് ആണ്. ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഈ രണ്ട് മോഡൽസിന് ഒരു കഫേയുടെ ഔട്ട് സൈഡിലൊരു ടേബിളിൽ രണ്ടുപേരും ഇരിക്കുന്നു, രണ്ടുപേരും അവരുടെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് വന്നിരിക്കുന്ന റിസൾട്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ മോഡൽസിനെ കമ്പൈൻ ചെയ്ത് ഒരു ലൊക്കേഷനിലോട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അതേപോലെ റിയൽ എസ്റ്റേറ്റ് എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്കൊരു empty റൂം ഉണ്ട്, പക്ഷെ അതിൻ്റെ ഫോട്ടോ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയ അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇതേപോലെ ഞാൻ ഈ കൊമേഴ്സിൽ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ എടുക്കുക, അതിൽ ആ റൂമിൻ്റെ ഫോട്ടോ കീപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ആ റൂമിൽ എന്തൊക്കെ വേണം എന്നുള്ള ചില ഐറ്റംസ് കീപ്പ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർ പ്രോംപ്റ്റിംഗ് കൊടുത്താൽ എവിടെ ലൊക്കേഷനിൽ വേണമെന്ന് വെച്ചാൽ അവിടെ ജനറേറ്റ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി, ഈ റൂമിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു കാര്യങ്ങൾ പ്ലേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാമെങ്കിൽ ഇതേപോലത്തെ ഇമേജസ് ജനറേറ്റ് ആവും. അപ്പം ഫാൻ തൊട്ടെല്ലാം പ്രോപ്പർ വേയിൽ സ്ട്രക്ചർ ആവും. അറ്റ്ലീസ്റ്റ് ഒരു empty റൂം നിങ്ങൾ പ്രൊമോട്ട് ചെയ്തതിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ കുറച്ച് ഫിൽഡ് ആയിട്ടുള്ള റൂം കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലയൻസ് അട്രാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നതിന് കുറച്ച് റിയൽ എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇപ്പം ഒരു സിനാരിയോയിൽ ഇപ്പം നിങ്ങൾ പറയാം നിങ്ങൾക്കൊരു മഗ് അത് പ്രൊമോട്ട് ചെയ്യണം. ഈവൻ ഫോട്ടോഷൂട്ടിനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രോംപ്റ്റ് കൊടുത്താൽ ക്രിയേറ്റ് ഹൈ റെസൊല്യൂഷൻ സ്റ്റുഡിയോ ലിറ്റ് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഓഫ് എ മിനിമലിസ്റ്റിക് സെറാമിക് മഗ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും. ഓക്കെ, അതിനുശേഷം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആവണം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരാൾ മഗ് ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഇമേജ് വേണം. ജസ്റ്റ് അതിന് താഴെ കൊടുത്താൽ മതി. നൗ റൈറ്റ് സൈഡ് ഓഫ് ദ മഗ് ഒരു ഹാൻഡ് മഗ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു ഇമേജ് വേണമെന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വന്നു. പക്ഷെ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരാൾക്കാർക്ക് കണക്റ്റ് ആവുന്നില്ല. അപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് റിയൽ ആയിട്ടുള്ളൊരു സ്പേസിൽ വരുന്ന ഫോട്ടോ വേണം. ഇത് ചെയ്യാൻ പറ്റുന്നത് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അവിടെ ഒരു റൂമിൻ്റെ എന്താണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. സെയിം ഹാൻഡ് സെയിം മഗ് തന്നെ സെയിം സ്പേസ് വന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. അതല്ലാതെ ഇതിലൊരു ചേഞ്ചും വരുന്നത് അത്ര പിൻ പോയിന്റ് ആയിട്ടാണ് അത് എഡിറ്റ് ചെയ്ത് വരുന്നത്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഞാനൊരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് സ്റ്റീം കപ്പിൽ നിന്ന് വരുന്ന പോലത്തെ ഒരു ഇമേജ് വേണമെന്നുള്ളത്. അപ്പോൾ അതിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ
പല പല ക്രിയേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അത് നിങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ അനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതനുസരിച്ചുള്ള സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ആ പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് ഇതേപോലെ ഇമേജ് ക്രിയേറ്റീവ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളപ്പോൾ അവിടെ ജെമിനയിൽ വെച്ച് ഞാൻ അതിൽ ഇമേജ് നമുക്ക് മെമ്മറി ഉള്ളതുകൊണ്ട് അതിന് താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയി വരും. പുതിയ അപ്ഡേറ്റ്സ് ഇമേജ് ജനറേറ്റ് ആയി വരും. പക്ഷെ അതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജെമിനയിൽ നിങ്ങൾക്ക് ഇപ്പം ലിമിറ്റഡ് ആണ്. ഫ്രീയിൽ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഈ പറയുന്ന ഈ വെബ്സൈറ്റിൽ ellemarena.ai എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈ മോഡൽസ് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പല ടൈപ്പ് മോഡൽസ് അവിടെ ട്രൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾറെഡി ജെമിനി 2.5 ഫ്ലാഷ് എന്നുള്ള ഇമേജ് പ്രിവ്യൂ എന്നുള്ളൊരു മോഡൽ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആ മഗ്ഗിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇപ്പം ഞാൻ ആഡ് ചെയ്തേക്കുന്ന ഫോട്ടോ ഓഫ് എ പേഴ്സൺ സിറ്റിംഗ് ഓൺ എ കൗച്ച് അങ്ങനെ ഡീറ്റെയിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മഗ് ഒരു എന്താണ് സിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ക്രിയേറ്റ് ആയ ഇമേജസ് ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ സെയിം മഗ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇതിലൊരു ഇഷ്യൂ ഉണ്ട്. നിങ്ങളിപ്പം ഈ എന്താണോ നിങ്ങൾ കൊടുക്കുന്ന റെഫറൻസ് ഇമേജിൻ്റെ സൈസ്, ആ സൈസിനായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറേ വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ലാൻഡ്സ്കേപ്പ് ആക്കണമെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്താലും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഈ മോഡൽ അത് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇവിടെ പലയിടത്തും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ അത് സൈസ് ചേഞ്ചിങ് ഇല്ല. നമ്മൾ എന്താണോ ജനറേറ്റ് ആവുന്ന ഇമേജ് അതിൻ്റെ സൈസിൽ തന്നെ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്താണ് റെഫറൻസ് കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് ടോപ്പിലും ബാക്കിലും വന്ന് മാത്രമല്ല, അത് ആ സൈസ് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്തിട്ടില്ല. അപ്പം അത് ഇതിനകത്തുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. അത് ഉടനെ തന്നെ മിക്കവാറും അത് സോൾവ് ആകുമായിരിക്കും. കാരണം ഇന്ന് വരെ ഇപ്പം ഞാൻ ചെയ്യുന്നിടം വരെ ആ ഒരു ഇഷ്യൂ മാറിയിട്ടില്ല. അതുപോലെ എൽഎംആർഐയിൽ നിങ്ങൾ ചെയ്യുമ്പം എൽഎംആർഐയിൽ നിങ്ങൾക്ക് ആ മെമ്മറി ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് അതിന് താഴെ കമന്റ് ചെയ്ത് അതിന് പ്രോംപ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പം എന്താണോ ചെയ്യുന്ന ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യുക, ആ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ ആ കപ്പ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാൻഡിഡ് ഫോട്ടോ വേണം, ഒരാൾ മഗ് ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പം ആ പ്രോംപ്റ്റിന് ക്രിയേറ്റ് ആയ റിസൾട്ടാണിത്. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവും സെയിം മഗ് തന്നെയാണ് നമ്മൾ ഈ എല്ലാ ഫോട്ടോസിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ ഇതേപോലെ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് മോഡലാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലൊക്കെ ചേഞ്ചസ് വരും, ലുക്ക് ഒക്കെ മാറും, ടെക്സ്ചർ മാറും. പക്ഷെ ഇവിടെ ഈ ഒരു മോഡലിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. എന്താണോ നിങ്ങൾ കൊടുക്കുന്ന ഇമേജ് അത് ഓരോ സിനാരിയോ അനുസരിച്ച് പ്രോംപ്റ്റിംഗ് അനുസരിച്ചിട്ട് അത് മാറുന്നുണ്ട്. ഇതാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഞാനൊരു ജസ്റ്റ് ഒരു ഇത് കൊടുത്തു, ഏതാണ് പെർഫ്യൂമിൻ്റെ ഫോട്ടോ കൊടുത്തു, ഒരു പ്രോംപ്റ്റ് എഴുതി. ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഇതിലുണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫോട്ടോ ഫസ്റ്റ് ക്രിയേറ്റ് ആയി. ഞാൻ അതിനുശേഷം ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. ഒരു ഇന്ത്യൻ ഫേസ് വേണമെന്ന് പറഞ്ഞു. അതത്ര ഒരു റിയലിസ്റ്റിക് ഫീൽ ആ ഫോട്ടോയിൽ ഇല്ല, ഒരു AI ജനറേറ്റഡ് ആയിട്ട് തന്നെ തോന്നുന്നു. എന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ പെർഫ്യൂമിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ റൈറ്റിങ്സ് ഒക്കെ പക്ക എന്താണോ ആ ബോട്ടിൽ എങ്ങനെയാണോ അതേപോലെ അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ റൈറ്റിങ്സ് ഒക്കെ ചിലപ്പം വേർഡിങ്സ് ഒക്കെ മാറിപ്പോവാറുണ്ട്. അപ്പം ഈ മോഡലിൽ ആ ഇഷ്യൂ വരുന്നില്ല. അതിനുശേഷം ഞാൻ ആ ബോട്ടിലും ദെൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജുമായിട്ട് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ അതിലും വരുന്ന റിസൾട്ടിൽ പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. ആ വേർഡിങ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്. ദെൻ ഞാൻ എൻ്റെ ഫേസ് കൊടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കാരണം റിയൽ ഫേസിൽ അത് എത്രത്തോളം വരുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അത് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടി. പക്ഷെ ഇത് മൾട്ടിപ്പിൾ ഐറ്ററേഷൻസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഒരു പ്രോപ്പർ ഇമേജ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഒരു പിടിച്ചിരിക്കുന്ന ഒരു അതത്ര പ്രോപ്പർ വേ അല്ല. നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ അവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്ക ഫോട്ടോഷൂട്ടിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പോസാണ് പെർഫ്യൂമിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വേറെ പ്രോഡക്ട്സ് ഒക്കെ നോർമലി ഒരു പിടിക്കുന്നൊരു ടൈപ്പ് ഓഫ് ഷോട്ടാണത്.
എന്നിട്ട് ഇതിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിക്ക് ചെയ്തേക്കുന്നൊരു പാറ്റേൺ ആണത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ലൈഡ്സിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് കൊടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ വേറെ ഫേസാണ് കൊടുത്തിരിക്കുന്നത്, ഡ്രസ്സ്, ഷൂ, വേറെ എന്ത് ആക്സസറീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുത്താൽ മോഡൽ വെയറിംഗ് ദ ഡ്രസ്, ഷൂ ആൻഡ് ഹോൾഡിംഗ് ദ ബാഗ് ഇൻ എ ബാഗ്, മോഡൽ ഇൻ സ്റ്റുഡിയോ, ഗ്രേ ബാക്ക്ഗ്രൗണ്ട് വിത്ത് സ്റ്റുഡിയോ ലൈറ്റ്സ്. ഇത്രയും ഇങ്ങനെ സിമ്പിൾ പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ആയി കിട്ടുകയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ഈവൻ ഷൂവിൻ്റെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ ഇവിടെ ഈ ഫോട്ടോയിലുണ്ട്. ഞാനൊരു വേറെ ഒരു സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലത്തെ രീതിയിൽ വേണം എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് കൊടുത്തത്. പക്ഷേ ഇവിടെ എന്താണോ ഇമേജിൻ്റെ സൈസ് അതേപോലെ ഇവിടെ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇമേജ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കത് പ്രോംപ്റ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി സൈസ് കുറഞ്ഞിട്ടുണ്ട് മോഡലിൻ്റെ, എന്നാൽ ഇതത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഇതും കുറച്ച് ഞാൻ വേറെ ലൊക്കേഷനിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക്, പക്ഷേ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഫേസിന് ചെറിയ ഡിഫറൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതാണ് മറ്റേ ഒരു എക്സാമ്പിൾ ഞാൻ സ്ലൈഡിൽ കാണിച്ചത്. ഫുഡ് കോർട്ടിലിരിക്കുന്ന പോലെ ഫോൺ ചെക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ജനറേറ്റ് ആയി വന്നൊരു ഇമേജാണ് ഇത്. ആ പ്രോംപ്റ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആ ഫോൺ നോക്കുന്ന ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ചെയ്തതാണ്. പക്ഷേ അതിപ്പം എന്താണ് പ്രോപ്പർ വേയിൽ പ്രോംപ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലിച്ചസ് അതിനകത്ത് വരാറുണ്ട്. ഓക്കെ, ഇതിപ്പം ഔട്ട്ഡോർ ഒരു പ്രോംപ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താലും ബാഗും ഷൂവിനകത്തുള്ള ആ മാർക്കിങ്ങും അതൊക്കെ ഏകദേശം പ്രോപ്പർ വേയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫേസ് ആണെങ്കിലും വളരെ 99% ആക്യുറസി കീപ്പ് ചെയ്യുന്നുണ്ട്, ഈവൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും. ചില ഇമേജസിനകത്ത് ഫേസിനകത്ത് ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇതുവരെ യൂസ് ചെയ്തിരുന്ന ഇമേജ് ജനറേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ മീൻസ് ഈ നാനോ ബനാന തരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതേപോലെ പല ഫോട്ടോഷൂട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂസ് കേസുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം ഹെയർ സ്റ്റൈൽ മാറ്റി ചെക്ക് ചെയ്ത് നോക്കണേ, അങ്ങനെ ആ ഒരു കാര്യം ചെയ്ത് നോക്കാം. ദെൻ ടാറ്റു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടാറ്റൂസ് റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസിനകത്ത് പ്ലേസ് ചെയ്തിട്ട് അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതെങ്ങനെ അവരുടെ ഹാൻഡിലാണെങ്കിൽ ഇപ്പോൾ അതെങ്ങനെ പ്ലേസ്ഡ് ആവും എന്നുള്ളത് കാണിക്കാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക, ഞാനത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഇമേജ് ടു വീഡിയോ മോഡൽ എന്നുള്ളത് നിങ്ങൾ നാനോ ബനാന യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് നമുക്ക് ഗൂഗിൾ VO3 യൂസ് ചെയ്തിട്ട് നമുക്കത് ആനിമേറ്റ് ചെയ്യാൻ പറ്റും, മീൻസ് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഞാനതിന് AI ബ്ലൂ പ്രിൻ്റ് എന്നുള്ളൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അത് പ്രോപ്പർ വേയിൽ പ്രോംപ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ജസ്റ്റ് 49 rupees-ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാം അറിയാനുള്ള വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.